പാണക്കാട് 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 കുടുംബം. അതേ മാധ്യമപ്രവർത്തകർ ഡൽഹിയിൽ മടങ്ങി വന്നുകൊണ്ട് പിറ്റേന്നിട്ടുള്ള വാർത്തയ്ക്കുള്ള തലക്കെട്ട് തയ്യാറാക്കി ഞങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അന്ത്യപ്രവാചകനെ കണ്ടു. അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 89-ൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാത്തിനും പാണക്കാട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പാണക്കാട് തങ്ങന്മാരുടെ ഷർട്ടും തുണിയും എല്ലാം തൂവെള്ളയാണ്, തൊപ്പി മാത്രം എന്തുകൊണ്ട് കറുത്തു പോയി? കാപ്പാട് മാസം കണ്ടിട്ടുണ്ട്. നാളെ റമദാൻ 1 ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ ആര് പറയണം? സ്വാദികൾ തങ്ങൾക്കൊന്ന് മനസ്സ് വെച്ചാൽ മതിയായിരുന്നു. കാരണം എൻ്റെ പിതാവിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെയും വ്യക്തിഹത്യം നടത്തിയ ഒരാളുടെ മകനാണ് മത്സരിക്കുന്നത്. പാണക്കാട് കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് 89 ഉണ്ടാകാനുള്ള കാരണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാണക്കാട് കുടുംബത്തെ പറ്റിയും കൊടപ്പനക്കൽ തറവാട്ടിൻ്റെ പാരമ്പര്യ മഹാത്മ്യത്തെ പറ്റിയും അവർ കേരള സമുദായത്തിന് സംഭാവന അർപ്പിച്ച ഒരുപാട് ചരിത്ര കഥകളെ പറ്റിയുമെല്ലാം സംസാരിക്കുകയും സംവദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ പാണക്കാട് തങ്ങന്മാരെ പറ്റി കഥകൾ പറയാനും അവരിൽ നിന്ന് ഉൾക്കൊണ്ട ഗുണപാഠങ്ങൾ പങ്കുവയ്ക്കാനും നമ്മോടൊപ്പം സംവദിക്കുന്നത് എറണാകുളം ജില്ലയിൽ സമസ്തയുടെയും ദാറുൽ ഹുദയുടെയും മറ്റു ദീനിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ കൂടിയായ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ഹുദി ഉസ്താദാണ്. അല്ലെങ്കിൽ ഉസ്താദിനോട് എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ സംവദിക്കാൻ അവസരം ലഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരുപാട് തവണ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഉസ്താദുമായിട്ട് ഇങ്ങനെ പഠന കാലത്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തൊലബയുടെ പരിപാടികൾക്ക് ബന്ധപ്പെട്ട അനുഭവങ്ങളിലാണെങ്കിലും എന്തെങ്കിലും കോളുകൾ വരുമ്പോൾ ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ തങ്ങന്മാരെ വിളിച്ചിട്ട് പറയുമ്പോൾ തങ്ങളെ ഖാദർ ഹുദവിയാണ്, അല്ലെങ്കിൽ ഹമീദ് തങ്ങളെ ഖാദർ ഹുദവിയാണ്, നമുക്ക് അടുത്ത ആഴ്ച പരിപാടിയുണ്ട്, അപ്പോൾ തങ്ങൾക്ക് ഒഴിവുണ്ടാവോ? അപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോൾ എനിക്ക് തങ്ങളായിട്ട് എത്ര പരിചയമില്ലെങ്കിലും ബാക്കിയുള്ളവർ വിളിച്ചത് കേട്ടതുള്ള അനുഭവത്തിൽ നോക്കുമ്പോൾ നീ ഒരു സംസാരത്തിൻ്റെ കെമിസ്ട്രി ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഞാനത് പറയാം. അത് പറയുന്നതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം അവരുടെ എളിമയാണ്. ശരിക്കും പറഞ്ഞാൽ ആർക്കും ആക്സസ് ആണ് സാധനം. ഇന്നാളെ ഇന്നാളെ വിളിച്ചിട്ടേ കിട്ടുള്ളൂ, ഇന്നാളിലൂടെ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ബാരിയറൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും കഴിഞ്ഞ കാലങ്ങളിലെ നമ്മളൊക്കെ കണ്ടു വളർന്ന ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാരമ്പര്യമാണ്. തങ്ങളുടെ തൊട്ട് മുമ്പാണ് ആര്? പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങളിലൂടെയാണ് ഈ 5 വിളക്കുകൾ ഇവിടെ കത്തിക്കപ്പെടുന്നത്. ഇത് 5ൻ്റെയും ഒരു കെമിസ്ട്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും വാരി വിതറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇവരുടെ ഒരു സ്നേഹമാണെങ്കിലും ഇവരുടെ ചേർത്ത് നിൽപ്പാണെങ്കിലും അല്ലേ. വന്ന് ചെന്ന് ഇരുന്ന് സംസാരിക്കാൻ പോലും ഇപ്പോൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ട്. അവിടെ പോണത് തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല, ആ പൂമുഖത്ത് കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടി. ആ ഇരുന്നാൽ തന്നെ മനസ്സിനൊരു ശാന്തതയാണ്, റാഹത്താണ്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും, പാണക്കാടൊന്ന് പോകും. പോയിട്ട് ചിലപ്പോൾ തങ്ങളെ ഒന്ന് ദ്വാരക്കണോട്ടൊന്ന് പറയാൻ ചിലപ്പോൾ തങ്ങൾ കിട്ടും, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ മുഖതാപ് ഇങ്ങനെ നോക്കി ഒന്ന് സായുജ്യം അണഞ്ഞ് തിരിച്ചു പോരുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യം. പാണക്കാട് തങ്ങൾ കൊടുത്ത സ്നേഹത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ പണ്ട് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ സമയത്ത് മലയാള മനോരമ മാതൃഭൂമിയിൽ സി രാധാകൃഷ്ണൻ ഒരു വലിയ എഴുത്തുകാരനാണ്, എഴുതിയ വരികളുണ്ട്. നമുക്കിനി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം. മലപ്പുറം ജില്ലയിലെ പാണക്കാട് കൊടപ്പനക്കൽ കുന്നിൽ ഒരു ദിവ്യം ജീവിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം 2-3 കുത്തുകളിടാണ്. എന്നിട്ട് അദ്ദേഹം ബാക്കി എഴുതുന്നത് പ്രകാരമാണ്: എല്ലാ മനുഷ്യരെയും ജാതിയില്ലാതെ മതമില്ലാതെ വർഗമില്ലാതെ എല്ലാ മനുഷ്യരെയും സമമായി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദിവ്യത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അതാണ് പാണക്കാട് തങ്ങന്മാരെ ബാക്കിയുള്ള തങ്ങന്മാരിൽ നിന്നും ബാക്കിയുള്ള സാമുദായിക നേതൃത്വത്തിൽ നിന്നും വേറിട്ടതായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു സാധനമുണ്ട്. തങ്ങളുടെ പൊളിറ്റിക്സ് ഒരു വിഷയമാണ്, തങ്ങളുടെ ആത്മീയത മറ്റൊരു വിഷയമാണ്, തങ്ങളുടെ ഫിഖ് മറ്റൊരു വിഷയമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനം, തസവുഫായിരുന്നു തങ്ങളുടെ ജീവിതം. ആ തസവുഫിനെ തങ്ങൾ എന്ത് ചെയ്തു? പൊളിറ്റിക്സ് കൊണ്ട് മറച്ചു വെച്ചു.
ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു സാധനമാണ്. തങ്ങളുടെ തസവൂഫിനെ പൊളിറ്റിക്സ് കൊണ്ട് തങ്ങൾ മറച്ചു വെക്കുകയായിരുന്നു. തസവൂഫ് സൂഫിയായ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എവിടെയും എന്ത് ചെയ്തിട്ടില്ല, പ്രകടമായി കണ്ടിട്ടില്ല. എന്നാലോ ആ സൂഫിസത്തോടും അല്ലാതെ ഈ ഒരു സ്നേഹത്തെ എന്ത് ചെയ്യാൻ പറ്റൂല, ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റൂല. എവിടെയോ കണ്ട ക്യാപ്ഷൻ അറിയാതെ ഓർത്തു പോകുന്ന ഒരു സാധനമുണ്ട്. സ്വർഗത്തിലുള്ളവർ അഹങ്കരിക്കുന്നുണ്ടാവുമല്ലേ. അതായത് തങ്ങളുടെ മരണത്തിന് ശേഷം കണ്ട ഏറ്റവും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ഒരു വാക്യമാണ്. സ്വർഗക്കാർ സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ. കാരണം വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി. ഇനി ഇവിടുന്ന് മരിച്ചു പോയി എന്ന് പറയാൻ ആ ഓദറിന് കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം അവിടെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് സ്വർഗക്കാർ സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ എന്ന്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി നമുക്ക് പറയാം. അല്ലെങ്കിൽ പൂക്കോയ തങ്ങളെ പറ്റി പറയാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് സമുദായത്തിനും മുസ്ലിങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് മമ്പുറം തങ്ങന്മാരായിരുന്നു. മമ്പുറം അലവി തങ്ങൾക്ക് ശേഷം ഫضൽ പൂക്കോയ തങ്ങൾ ആ നേതൃസ്ഥാനം ഏറ്റെടുത്തു. പിന്നെ അദ്ദേഹം തുർക്കിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആരാണ് കേരള മുസ്ലിങ്ങൾക്ക് സാമുദായിക നേതൃത്വം നൽകുക? അല്ലെങ്കിൽ മതകീയ മേഖലയിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദ മേഖലയിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നയിക്കാനുള്ള ബന്ധപ്പാടും പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആരാണ് ഈ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരിക? ഒരു ചോദ്യം ഉയർന്നു നിന്നിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷെ ആരും തന്നെ പാണക്കാട് തങ്ങളെ അല്ല തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഞങ്ങൾ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഒരാളും വിരൽ ചൂണ്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് യാന്ത്രികമായിട്ട് യാദൃച്ഛികമായിട്ട് പാണക്കാട് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള തങ്ങൾ കബീലകൾ ഉണ്ടായിട്ടും പാണക്കാട് കുടുംബത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഹിസ്റ്ററി എന്നതിലുപരിയെ അതിൽ സാധാരണ നമ്മൾ ചെറുപ്പത്തിലെ ഓതിപ്പടിച്ച് പാരായണം ചെയ്തു വന്ന പിന്നെ അമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ലീഡർഷിപ്പിനെ പറ്റി സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ലീഡർഷിപ്പിനെ പറ്റി പല രീതിയിലും വായിക്കാറുണ്ട്. ഒന്ന് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടാവും, പിന്നെ മറ്റു കുറേ ലീഡർഷിപ്പുകളുണ്ട്. പക്ഷെ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, അവരുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്താണ്, അതൊരു കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ്. അതിപ്പോൾ പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണെങ്കിൽ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ആ സാധനം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഞാനിപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ, പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാകും. ചോദിച്ചാൽ അറിയാം, പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ പേര് പലർക്കും അറിയാം. എന്താണ്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഉപ്പാൻ്റെ പേരോ അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം എന്താ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പാൻ്റെ പേരോ പൂക്കോയ തങ്ങൾ. പൂക്കോയ തങ്ങളാണ്. ഈ പരമ്പരയെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്? ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇനി വേറെ ഏതെങ്കിലും, ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കലോ അല്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു പാരമ്പര്യം, ഇതെല്ലാവരും, വാപ്പാനെ അറിയാം, മകനെ അറിയാം, പേരക്കുട്ടിനെ അറിയാം, ഇതെല്ലാവരും നമുക്കറിയാം. കാരണം ഇവരെല്ലാം ഒരു പിന്നെ ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ മഹിതമായ ആശയത്തെ ഉൾക്കൊണ്ട് നമ്മളിവിടെ ജീവിച്ചു പോയി എന്നുള്ളതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ മഹത്വം. പക്ഷെ ഇവര് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ട് ഉണ്ടാവും എന്നതുപോലെ ഇത്രയേറെ സാമുദായിക രാഷ്ട്രീയ സമ്പത്തിനാണ് സമ്പത്ത്, സാമൂഹിക അടിത്തറയ്ക്കാണ് സാമൂഹിക അടിത്തറ, അല്ലെങ്കിൽ തങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളെന്ന് കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് നിറവേറ്റിക്കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു മുനിസിപ്പാലിറ്റി കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ നേതൃസ്ഥാനത്തേക്ക് പോലും, രാഷ്ട്രീയ നേതൃസ്ഥാനത്തേക്ക് പോലും തങ്ങന്മാർ കടന്നു വന്നിട്ടില്ല. ഇപ്പൊ പാണക്കാട് തങ്ങന്മാരുടെ കുടുംബം നോക്കുമ്പോൾ പാരമ്പര്യമായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്നവരായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ തങ്ങളൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അല്ലെങ്കിൽ MLA ആവണം, അല്ലെങ്കിൽ തങ്ങൾ പറയുക പോലും വേണ്ട, അതൊരു ഇച്ഛാശക്തിയിലൂടെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ CH മുഹമ്മദ് കോയ സാഹിബ് ആയ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ കടന്നു വരാമായിരുന്നു. പക്ഷെ അതൊന്നും തങ്ങന്മാർ എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചിട്ടുമില്ല, പ്രകടിപ്പിച്ചിട്ടുമില്ല. ഇതിലൊരു രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ സാമൂഹികമായി ഞങ്ങൾ നേതൃത്വം കൊടുക്കുക എന്നുള്ളതൊന്നും ഇവരുടെ പാരമ്പര്യത്തിൽപ്പെട്ടതൊന്നും അല്ല. ഞാൻ അറിയാതെ ഓർത്തു പോകുന്നൊരു സംഭവമുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പഠനമൊക്കെ നടത്തിയത് വിദേശത്താണ്. ഹയർ സ്റ്റഡീസ് മുഴുവനും വിദേശത്താണ് നടത്തിയത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം കെയറോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പിന്നെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലോ എവിടെയെങ്കിലും ലെക്ചറായിട്ട് നിൽക്കാമായിരുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നു. ആ ഈ എന്നിട്ടും അവർ തിരിച്ചിങ്ങോട്ട് ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാണക്കാട് സയ്യിദ് പിന്നെ പൂക്കോയ തങ്ങളുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ ആ ഒരു രീതിയിൽ എൻ്റെ മക്കൾ വളരണമെന്ന് ആഗ്രഹിച്ചു. അതായത് ഇവിടെയുള്ള നാട്ടിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ പൂക്കോയ തങ്ങളെ പറ്റി തന്നെ പറയുമ്പോൾ പല സമയങ്ങളിലും അവസാന സമയങ്ങളിൽ പ്രത്യേകിച്ച് പൂക്കോയ തങ്ങൾ എവിടെയാണ് കിടന്നത്?
ഉമ്മറത്താ കിടന്നത്. ഉമ്മറത്തേക്കുള്ള ജനല് തുറന്നിട്ടിട്ടാ കിടന്നത്. അതിന് കാരണമുണ്ട്. രാത്രി കാലങ്ങളിൽ പോലും എന്നെ തേടി വരുന്നവർ ഖായിബായി മടങ്ങാൻ പാടില്ല. അതായത് തങ്ങൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ തങ്ങൾ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. പിടാപ്പുറത്തെ ബാപ്പ എന്നാണ്, വിളിപ്പേരിലാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും എന്ത് ചെയ്തത്, പരിചയപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്ക്. ഇവര് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി തന്നെ നിയ്യത്ത് ചെയ്ത് ഇറങ്ങിയ ആളുകളാ. ഇന്നത്തെ ഇളം തലമുറക്കാരും അങ്ങനെ തന്നെയാ. റാജി അലി ശിഹാബ് തങ്ങൾ, ഞാനത് ചർച്ചയിൽ ഇൻഷാ അല്ലാഹ് പറയാം. പണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഇപ്പൊ 2024 അദ്ദേഹം നിര്യാതനായി. AP ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നുണ്ട്, ശിഹാബ് തങ്ങൾ വഫാത്താവുമ്പോൾ എനിക്കുണ്ടായ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയതിൻ്റെ എത്രയോ 10 മടങ്ങ് വേദനയാണ് എനിക്കുണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എടുത്തു നോക്കി കഴിഞ്ഞാൽ, മക്കളുടെ വിദ്യാഭ്യാസം എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഇതെല്ലാം പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ദളിത് വർഗത്തിൽപ്പെട്ട ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രവാചകനിൽ കാണാൻ പറ്റും. കാരണം സ്വഹാബാക്കൾ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്, ഫിദാക്ക ഉമ്മി വഅബി യാ റസൂലല്ലാഹ്. ഇത് തന്നെയാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതാണ്. എൻ്റെ അമ്മയല്ല വലുത്, എൻ്റെ അച്ഛനല്ല വലുത്, എനിക്ക് പാണക്കാട് ശിഹാബ് തങ്ങളാണ് വലുത്. അപ്പൊ ആ ഒരു സ്നേഹം. പക്ഷെ എന്നിട്ടും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന വേളയിൽ അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സാമുദായിക നേതൃത്വങ്ങളും പദവികളും ഉണ്ടായിരുന്നു. താങ്കൾക്ക് ആരായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ദസ്മിതം തൂക്കി പറയുന്നുണ്ട്, സാധാരണക്കാരനായ ഒരു സാധാ മനുഷ്യനായി അറിയപ്പെടാനാണ് താല്പര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ സ്വഹാബത്ത് എങ്ങനെയാണ് ഹബീബിനെ കാണുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ എങ്ങനെയാണ് സ്വഹാബത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അതായത് തലയുടെ മുകളിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ എത്ര വളരെ സൗമ്യമായിരിക്കോ നമ്മളുടെ ജീവിതം, അത്രമേൽ സൗമ്യതയിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇരുന്നിരുന്നത്. അതേപോലെ തന്നെ സ്വഹാബത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എന്നെയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതെല്ലാവരും പറയണതാ. ഇത് ഏതെങ്കിലും ഒരു സ്വഹാബി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം പറയണതല്ല. ഇതെല്ലാ സ്വഹാബത്തും ഇങ്ങനെ ആലോചിക്കുകയും ഞാൻ പറയുന്നത് ഈ ഒരു പാരമ്പര്യത്തിൽ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പരമ്പര ഇങ്ങനെ കൈമാറി വരുമ്പോൾ അതിൽ 40ാമത്തെ ആളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 40ാമത്തെ ആളാ. സ്വാഭാവികമായിട്ടും ആ ചോരയിലുള്ള ആ രക്താണല്ലോ, സ്വാഭാവികമായിട്ടും അത് ഇവിടെ എന്ത് ചെയ്യും, പ്രതിഫലിക്കാതിരിക്കൂല. അപ്പം അതുകൊണ്ട് അവരുടെ ആ സൗമ്യപരമായ സമീപനം, സ്നേഹത്തോടെയുള്ള വായ്പ്, അതേപോലെ ചേർത്ത് പിടിക്കൽ, കയ്യിൽ എന്ത് ഉണ്ടെന്നുള്ളതല്ല, കൊടുക്കാനുള്ള മനസ്സ്. പാണക്കാട് ചൊവ്വാഴ്ചകളിൽ ചെന്ന് നിന്നാൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നുണ്ടാകും, പക്ഷെ തിരിച്ചു കൊടുക്കുന്നതും കാണണം. അതായത് ആരെങ്കിലും വന്ന് ഞങ്ങൾ പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്, അപ്പം വരിപ്പ് തുറന്ന് അതിലേക്ക് നോക്കി അതിൽ നിന്ന് ഏറ്റവും ചെറിയ നോട്ടല്ല എടുത്ത് കൊടുക്കുക, അതിലേക്ക് നോക്കണമൊന്നുമില്ല, അതിൽ നിന്ന് വാരി അങ്ങ് കൊടുക്കുകയാണ്. എത്ര കൊടുക്കുന്നുണ്ടെന്നോ എത്ര വരുന്നുണ്ടെന്നോ അവർ നോക്കിയിട്ടല്ല. അപ്പം അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് പാണക്കാട് കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊളിറ്റിക്സും അങ്ങനെ തന്നെയാണ്, സാമൂഹികപരമായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ വിഷയത്തിലേക്ക് വന്നവരും അങ്ങനെ തന്നെയാണ്. പാണക്കാട് തങ്ങന്മാരെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പാണക്കാട് തങ്ങന്മാർ, എല്ലാ തങ്ങന്മാരും, പൂക്കോയ തങ്ങൾ മുതൽ സ്വാദിഖ് തങ്ങൾ വരെ, അല്ലെങ്കിൽ ഇളം തലമുറയിൽപ്പെട്ട തങ്ങന്മാരെല്ലാം പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നാൽ ചെയ്തതൊന്നും പറഞ്ഞു നടന്നിട്ടുമില്ല. അത് വെറും ഒരു ആപ്തവാക്യം മാത്രമല്ല കേട്ടോ, ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതാണ് റിയാലിറ്റി, അതാണ് അവരുടെ ജീവിതത്തിന്റെ റിയൽ. അതാണ് സ്വാഭാവികമായിട്ടും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് പറയായിരുന്നു പാരമ്പര്യത്തെ പറ്റി. കാരണം പൂക്കോയ തങ്ങൾ ജീവിച്ചു പോയ ആ ഒരു കൊയ്ത് മെതിച്ച് ഇറങ്ങാൻ പറ്റിയ ഒരു ഗ്രൗണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നത്, പൂക്കോയ തങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നിങ്ങളാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവേണ്ടത് എന്ന് പറയപ്പെടുന്ന ആ സാഹചര്യമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്, സാമുദായിക നേതാക്കൾ എല്ലാവരും ഉണ്ട്. ആ സമയത്താണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിനെ ഈ ഒരു വിഷയം അറിയിക്കുന്നത്. നേരെ ഡോറ് അടച്ച് റൂമിലേക്ക് പോയി പൊട്ടിക്കരയാണ്. എന്താ കാരണം? ഇത് വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. ഇത് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു സ്ഥാനമാണെങ്കിൽ പോലും ഇത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി നെഞ്ചു പൊട്ടിക്കരയാണ്. അപ്പൊ എന്താ, ആ ഒരു ലോലമായ മനസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മനസ്സിനെ പറ്റി, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക് എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ലുത്തുഫിനെ പറ്റി കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പാരമ്പര്യത്തിന്റെ ഏറ്റവും മഹിതമായ ആശയത്തെ.
പാണക്കാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ തങ്ങന്മാരെല്ലാം വളരെ സൗമ്യക്കാരായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. കാരണം ആകെ 20 വയസ്സേ ഉള്ളൂ. മനസ്സിലാക്കുന്നത് പാണക്കാട് തങ്ങന്മാരെല്ലാവരും തന്നെ പ്രത്യേകിച്ച് മുഹമ്മദ് ശിഹാബ് തങ്ങൾ തന്റെ സൗമ്യതയിൽ ഒരു കാർക്കശ്യം ഒളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കാർക്കശ്യം എന്നുള്ളത് മറ്റുള്ളവരെ കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുകയില്ല. സമുദായം ഇന്ന രീതിയിലേ മുന്നോട്ട് പോകുക. അതായത് വികാരത്തിന് അടിമപ്പെടാതെ വിവേകപരമായിട്ട് സമുദായം ഇടപെടണം. അത് തന്നെയാണ് നമുക്ക് ബാബരി മസ്ജിദ് തകർത്തപ്പോ കാണുന്നത്. അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പുറത്തുനിന്ന് കിട്ടുന്ന എനർജികൾ മുഴുവനും നെഗറ്റീവായിരുന്നു. 992 എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസംബർ 6 കറുത്ത ദിനത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോ, ഇന്ന് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ചരിത്രം പറയാൻ കഴിയില്ല. ഞാന് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ആ സമയത്തുള്ള ആ സമയത്തുള്ള പല വൈകാരികതകളിൽ നിന്നും ഒരുപക്ഷെ പല രീതിയിലുള്ള തീവ്രവാദ സംഘടനകളും വന്നിട്ടുണ്ട്. ആ സംഘടനകളെയൊക്കെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് ഒന്നല്ലെങ്കിൽ ആ സംഘടന ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ അവരുടെ തീവ്ര സമീപനത്തെ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. ബാബരി മസ്ജിദിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ശരിക്കും അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. 992 ഡിസംബർ 6 കറുത്ത ദിനത്തിൽ രാവിലെ 6 മണിക്ക് അത് പൊളിക്കാൻ അല്ലെങ്കിൽ ധ്വംസിക്കപ്പെടാൻ മുന്നിട്ട് നിന്ന മുരളി മനോഹർ ജോഷിയും ലാൽ കൃഷ്ണ അദ്വാനിയും ഉമാഭാരതിയും മൂവർ സംഘം ബാബരി മസ്ജിദിന്റെ പുണ്യ മഹത്താക്കപ്പെട്ട ആ ഭൂമിയിൽ വന്ന് കാല് കുത്തിയിട്ട് പറയുന്നുണ്ട് നമുക്കത് പൊളിക്കണം. അങ്ങനെ 10 മണിയായി. 3 കുബ്ബയുണ്ട് ബാബരി മസ്ജിദിന്. പച്ച നിറത്തിലുള്ള 3 കുബ്ബകളുണ്ട്. ഒന്നാമത്തെ കുബ്ബ തകർക്കുന്നുണ്ട്. 11:30 മണിയായപ്പോൾ രണ്ടാമത്തെ കുബ്ബ തകർത്തു. അതേസമയം പാണക്കാട് കുടുംബത്തില് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഇരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസവും തലേന്ന് വരെ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. ഇതൊരിക്കലും തകർക്കപ്പെടില്ല. ഇത് ഞാൻ തങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. പക്ഷെ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല. അത് തകർക്കപ്പെട്ടു. ഇപ്പൊ മീഡിയകളെല്ലാം തങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇനി എന്താണ് തങ്ങളെ അല്ലെങ്കിൽ എന്താണ് ഇതിന് പ്രതികാരം എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ പറയുന്നത് ദുഃഖമുണ്ട് തങ്ങൾക്ക് അല്ലെങ്കിൽ വ്യസനമുണ്ട്. പക്ഷെ എനിക്ക് വ്യസനമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലയിലെയോ ഇന്ത്യയുടെയോ ഒരു അമ്പലത്തിന്റെ മുകളിൽ പോലും ഒരു കൽച്ചീല് പോലും പതിക്കരുത് അല്ലെങ്കിൽ ഒരു കല്ല് പോലും എറിയപ്പെടരുത് എന്ന് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് സൗമ്യതയിൽ ഒളിപ്പിച്ച കാർക്കശ്യം എന്നുള്ളത്. ആ നിലപാടില്ലേ, ആ നിലപാടിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഇന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്ഷേത്രത്തിന്റെ മുകളിലും എന്ത് ചെയ്യാൻ പാടില്ല, കല്ലെറിയാൻ പാടില്ല. അത് വല്ലാത്തൊരു ചിന്തിപ്പിക്കേണ്ട ഒരു സാധനമാണ്. അവിടെ ഒന്ന് ഒന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒന്ന് ട്യൂണൊന്ന് മാറ്റിയിരുന്നുവെങ്കിൽ കേരളം കത്തിയേനെ. കത്തും. ഉറപ്പാണ്. അതിൽ സംശയമില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ആ ഒരു വൈകാരികതയോട് കൂടെ തന്നെയാണ് ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അവിടെ പള്ളി തകർത്തു, ഇവിടെ പള്ളി തകർത്തു, അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നുള്ള. ഇതിനൊന്നും വൈകാരികത ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇത് വൈകാരികമായിട്ട് പോയ ഇന്നലകളുടെ ചരിത്രം ഇന്നിന്റെ സമൂഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്, പലപ്പോഴും വൈകാരികപ്പെടാത്തത്. ഇതിന് ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. ബദൽ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരു ദഅവ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഒരു പരിധിവരെ ഹാദിയ സംവിധാനങ്ങൾ, ദാറുൽ ഹുദ സംവിധാനങ്ങൾ, അതിലേറെ 926 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ആ ഈ വിളനിലത്തിലേക്കാണ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പാണക്കാട് തങ്ങൾ അന്ന് എടുത്ത നിലപാട് നേരെ വിരുദ്ധമായിരുന്നെങ്കിൽ വൈരുദ്ധ്യം പേർന്നതായിരുന്നെങ്കിൽ ഇന്നും അതേ നിലപാടും ഇന്നും അതേ സ്റ്റാൻസും പുലർത്തി പോന്നേനെ. കാരണം അന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണ് നമുക്ക് പ്രതികാരം എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അക്രമാസക്തമായിട്ട് അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയിൽ പ്രവർത്തിക്കണമെന്ന്. അല്ല, അന്നത്തെ രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നു. കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്ന ആളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അന്ന് പത്രക്കാര് ചോദിച്ചു മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോഴും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഇറങ്ങി പോകുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ മാറി നിന്നത് കൊണ്ട് മാത്രം ഇതിന് പരിഹാരമാവൂല. അത് വല്ലാത്തൊരു ചിന്തിച്ചെടുക്കുന്ന അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉത്തരമാണത്. അല്ലാതെ നമ്മൾ കിതാബ് വായിച്ചുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പേപ്പർ വായിച്ച് കിട്ടുന്നതോ അല്ലെങ്കിൽ വായനയുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്നതല്ല. അതൊരു മഹിതമായ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഹിക്മത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ അന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ ഒരു സൗമ്യ അല്ലെങ്കിൽ വിവേകപൂർണമായ നിലപാടെടുക്കുന്നതിന് പകരം
ഒരമ്പലം തകർക്കാൻ അല്ലെങ്കിൽ പ്രതികാരാത്മകമായിട്ട് പ്രവർത്തിക്കാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് കാശിയിലെയും മധുരയിലെയും ഈദ്ഗാഹിലെയും അല്ലെങ്കിൽ കേരളത്തിലെ പള്ളികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാൽ പകരം ഒരമ്പലം കേടുപാട് വരുത്തപ്പെട്ടേനെ. പക്ഷെ അന്ന് തങ്ങളെടുത്ത നിലപാട് കൃത്യമായി അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് ഇന്നും കൃത്യമായി സാമുദായിക സമാധാനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളെല്ലാം ജീവിച്ചു പോരുന്നു. ബാബരി മസ്ജിദിനെ പറ്റി പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡൽഹിയിൽ സുപ്രധാനമായ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മുഖ്യധാര മീഡിയകളാണ്. അപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ നമുക്ക് ഓരോ റിപ്പോർട്ടറെയും ഓരോ ക്യാമറമാനെയും അയക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അയോധ്യയിൽ. അപ്പോൾ ഇതിന് പ്രതികാരം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഇത്രയും രാഷ്ട്രീയ, സാമുദായിക, സാമ്പത്തിക, സാമൂഹിക അടിത്തറയുള്ള മലപ്പുറം ജില്ലയിലെ പാണക്കാട് തങ്ങൾ കേന്ദ്രീകരിക്കുന്ന ആയിരുന്നു. അങ്ങനെ ഓരോ റിപ്പോർട്ടർമാരെയും ക്യാമറമാനെയും പാണക്കാട്ടേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിൽ കയറി ഉൾനാടുകളായ ഗ്രാമങ്ങളിലൂടെയും കുഗ്രാമങ്ങൾ മലപ്പുറത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഒരു കലാപാന്തരീക്ഷത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു അമ്പലത്തിന് മുമ്പിൽ 4-5 ചെറുപ്പക്കാരെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളല്ലേ? കാണുമ്പോൾ മുസ്ലിങ്ങളെ തോന്നും. മുസ്ലിങ്ങളല്ലേ? അതെ. അപ്പോൾ അമ്പലം തകർക്കാൻ നിൽക്കുവാണോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ലെങ്കിൽ അമ്പലത്തിന് എന്തെങ്കിലും പ്രതികാരം എടുക്കാൻ നിൽക്കുവാണോ ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾ കാവൽ നിൽക്കാൻ വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാവൽ നിൽക്കുന്നത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, കാരണം ഞങ്ങളുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അതേ മാധ്യമപ്രവർത്തകർ ഡൽഹിയിൽ മടങ്ങി വന്നുകൊണ്ട് പിറ്റേന്നിട്ടുള്ള വാർത്തയ്ക്കുള്ള തലക്കെട്ട് തയ്യാറാക്കി, ഞങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അന്ത്യപ്രവാചകനെ കണ്ടു, പേര് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളായിരുന്നു. അപ്പം ഇതൊരു എന്താ ഉസ്താദ് പറഞ്ഞ ആപ്തവാക്യമോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഏടായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു ഇനി വരുന്ന ലോകാവസാനം വരെ അല്ലെങ്കിൽ ഒരു യുഗത്തിനപ്പുറത്തേക്ക് യുഗാന്തരങ്ങളിൽ പുലർത്തപ്പെടുന്ന ഒരു നയസമീപനത്തിന് നിലപാടിന്റെ തുടക്കമാണ് പാണക്കാട് തങ്ങൾ കാണിച്ചു വെച്ചത്. അത് രാഷ്ട്രീയത്തിന് മാത്രം കാര്യമാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മറ്റൊരു കാര്യമാണ് തലക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മൾ കുറേ ഡിസ്കഷൻ, കുറേ ചരിത്രം പറയുന്നതിലുപരി ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വെള്ളിയാഴ്ച പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മറ്റേ ക്ഷേത്രവാതിലിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് പറയുന്നൊരു വർത്താനമുണ്ട്. അവിടെ ചെന്നിട്ട് കൂടുതൽ വർത്താനം പറയുന്നതിനേക്കാൾ തങ്ങളുടെ ആ സാന്നിധ്യം, അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നത്. പിറ്റേന്ന് രാവിലത്തെ മനോരമയും മറ്റു മാധ്യമങ്ങളിലും ആദ്യത്തെ കവർ ഫോട്ടോ ആയിട്ട് വരുന്നത് ആ തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ തൂമന്ദഹാസം പോലെ നിൽക്കുന്ന തൂവെള്ള വസ്ത്രധാരിയായ കറുത്ത തൊപ്പി വെച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ പാരമ്പര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഓരോ തങ്ങളെ പറ്റിയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ മക്കളായ 5 ആളുകളും മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ജീവിച്ചിരിക്കുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്നേഹവായ്പോടെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയൊരു പാരമ്പര്യം നമുക്ക് എപ്പോഴും വായിക്കാനും പഠിക്കാനും അറിയാനും ഒരുപാടുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് തളിക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു സമാധാന അന്തരീക്ഷം കൈവരാൻ സഹായകരമായത്. ആ ക്ഷേത്രത്തിന്റെ ആ അമ്പലത്തിന്റെ വാതിൽ പണിയാൻ അല്ലെങ്കിൽ കേടുപാട് തീർക്കാൻ പൈസ കൊണ്ടുപോയി കൊടുത്തത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ സാമുദായിക നേതാവായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പൂക്കോയ തങ്ങൾ എന്താണോ തുടങ്ങി വെച്ചത് അതിൽ നിന്നൊരു അണുകിട വ്യത്യാസമില്ലാതെ, വ്യതിയാനമില്ലാതെ ഇന്നും പുലർത്തപ്പെട്ടു പോരുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഏറ്റവും കൂടുതൽ മത സൗഹാർദ്ദത്തിന്റെ പേരിലൊക്കെ അറിയപ്പെടുന്നതും ചരിത്രം അങ്ങനെയാണ് പ്രസിദ്ധമായതും. ഒരു കഥ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ആ വിഷയത്തിൽ. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായ സമയത്ത് ആകെ 1 മാസമോ 1.5 മാസം മുഖ്യമന്ത്രി ആവുന്നുള്ളൂ. പക്ഷെ അതിലൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർക്കുന്നുണ്ട്. അത് ചരിത്രത്തിന്റെ വേറെ വശമാണ്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ, കൊണ്ടോട്ടിയുള്ള കോഴിക്കോട് എയർപോർട്ടിന്റെ, കാലിക്കറ്റ് എയർപോർട്ടിന്റെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ വർക്കുകൾ തുടങ്ങുന്ന സമയത്ത് എയർപോർട്ട് പണിയുമ്പോൾ വീടുകൾ ഏറ്റെടുക്കണം. അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ വീടുകൾ ഏറ്റെടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുടുംബക്കാരോ അല്ലെങ്കിൽ വീട്ടുകാരോ സമ്മതിക്കുന്നില്ല. കാരണം ആകെ ഉണ്ടാവുക ടർപ്പോളും ഷീറ്റും കൊണ്ട് മറച്ച ചെറ്റപ്പൊടിയായിരിക്കും. അതും കൂടി പോയാൽ ജീവിക്കാൻ ഇടമുണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ വലിയ പ്രതിസന്ധിയായി. അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരോട് CH മുഹമ്മദ് കോയ, അത് അവരുടെ ജീവൽ പ്രശ്നമാണല്ലോ. അതെ 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 CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, മതി തൽക്കാലം നിർത്ത്, ഞാൻ സ്റ്റേജ് കെട്ടിയോട് പ്രസംഗിക്കാം, എന്നിട്ട് മതി നമുക്ക് സ്ഥലം ഏറ്റെടുപ്പൊക്കെ. അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് CH മുഹമ്മദ് കോയ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യം CH മുഹമ്മദ് കോയ പറഞ്ഞു. CH മുഹമ്മദ് കോയ സാഹിബ് എണീച്ച് നിൽക്കുമ്പോൾ കാണുന്നത് എന്താണ്, മുമ്പ് പറഞ്ഞ ടർപ്പോളും ഷീറ്റും കൊണ്ട് മറച്ച ചെറ്റപ്പുടകൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറയുന്നുണ്ട്, ഈ ടർപ്പോളിന്റെ ചെറ്റക്കുടിലുകൾ മാറണ്ടേ,
അത് മാറണമെങ്കിൽ ഇവിടെ നിന്ന് ഓരോ മകനും കടൽ കടന്ന് ഗൾഫിലേക്ക് പോകണ്ടേ? അതിനെന്ത് വേണം? കാലിക്കറ്റ് എയർപോർട്ട് പണിത് ഉയർന്നു വരണം. എന്നെ വിശ്വാസമെങ്കിൽ ഇല്ലെങ്കിൽ പൂക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കും. തങ്ങൾ എണീച്ചു നിന്നു. തൂവള്ള വസ്ത്രധാരിയാണ്. കറുത്ത തൊപ്പിയുണ്ട്. പ്രൗഢഗംഭീരമായ ഒരു തേജസ്സായിരുന്നു. തങ്ങൾ പറഞ്ഞു, നാളെ മുതൽ റവന്യൂ ഉദ്യോഗസ്ഥര് സ്ഥലം ഏറ്റെടുക്കാൻ വരും. നിങ്ങൾ സ്ഥലം കൊടുക്കണം. അസ്സലാമു അലൈക്കും. പിറ്റേന്ന് സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ കാണുന്നത് മധുരപലഹാരം കൊണ്ടും ചായ കൊണ്ടും സൽക്കരിക്കുന്ന ഒരു സമീപനമാണ്. അപ്പൊ സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു പ്രതിസന്ധി വന്നപ്പോൾ തങ്ങള് ഒരുപാട് സംസാരിച്ചില്ല. തങ്ങളുടെ ഒരു വാക്ക്, ഒരു 2 സെന്റൻസ്, 2 വാചകം പ്രശ്നം സോൾവ് ആയി. അപ്പൊ അത് അവർക്ക് മാത്രം അള്ളാഹു നൽകിയ ഹിക്മത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ജന്മ ജന്മ ദിവ്യത്വം. അത് ദിവ്യത്വം അതാണ് കറക്റ്റ് വാക്ക്. ഇനി അപ്പുറത്തേക്കൊന്നും വേറെ വാക്കുകൾ പ്രയോഗിക്കാം. ജന്മസിദ്ധമായി കിട്ടിയ ദിവ്യത്വമാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തു എന്നുള്ളത് തന്നെ. നമ്മൾക്ക് ചെറുപ്പകാലത്തെ ഞാൻ ദാറുൽ ഹുദയിൽ ബന്ധപ്പെടുന്നതിന് ശേഷമാണ് ഇങ്ങനെ പാണക്കാട് കുടുംബം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂടുതൽ അടുക്കുന്നതും കൂടുതൽ അറിയുന്നതും ദാറുൽ ഹുദയിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ആദ്യകാലങ്ങളിലുള്ള ഉസ്താദുമാരിൽപ്പെട്ട ഒരു ഉസ്താദാണ് പിന്നെ ബാപ്പുട്ടി ഹാജിയുടെ ഏറ്റവും ഇളയ മകൻ അബ്ദുസ്സലാം ഹുദവി ഉസ്താദ്. അപ്പോൾ ഉസ്താദ് നമ്മളോട് പറയും ഈ പാണക്കാടിനെ പറ്റി. അന്ന് ഈ 89ന്റെ പ്രക്ഷുബ്ധ അന്തരീക്ഷമൊക്കെ നല്ല കോളിളക്കം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ ഈ പാണക്കാട് കുടുംബത്തിനെ പറ്റിയാണ്. പാണക്കാട് കുടുംബത്തെ പറ്റി നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അതിപ്പോ എന്താ പാണക്കാട് കുടുംബത്തിന് എന്താന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറയുന്ന ഒരു മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അത് തന്നെ മറുപടി ഉള്ളൂ. അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്താണ്. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളി. അതല്ലാതെ വേറെ കുറേ വ്യാഖ്യാനങ്ങൾ അതിന് കൊടുത്തിട്ട് കാര്യമില്ല. ഈ 89ന്റെ വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തിന് അറിയാലോ. അതിപ്പോ എല്ലാത്തിനും ഇതിനെ പാണക്കാട് കുടുംബത്തിനെ വിളിക്കണത്. അതായത് പിന്നെ തറക്കല്ലിടണം. അതിന് പാണക്കാട് കുടുംബം വേണം. പിന്നെ നിക്കാഹ് നടത്തണം. അതിന് പാണക്കാട് കുടുംബം. ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞ് വീട്ടിന്ന് ഇറങ്ങി രാത്രി ഇശാവും കഴിഞ്ഞ് 10 മണിയും കഴിഞ്ഞ് 11, 11:30, 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവര് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ദുനിയാവില്? കുടുംബങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. പല ആളുകളുടെയും മയ്യത്ത് നിസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടാകും. പല വീടുകൾക്കും കുറ്റിയടിക്കൽ നടന്നിട്ടുണ്ടാകും. പല നിസ്കാര പള്ളികളും ജുമാഅത്ത് പള്ളികളായിട്ടുണ്ടാകും. പല പള്ളികളും എന്ത് ചെയ്തിട്ടുണ്ടാകും? തുറന്നു കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ നോക്കി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളില് സജീവമായ ഇടപെടൽ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവരുടെ ജീവിതം. അതായത് ഈ ആളുകളുടെ ജീവിതം എന്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്? പൂർണ്ണമായിട്ടും സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ചരിത്രത്തിന്റെ പാരമ്പര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാണക്കാട് തങ്ങന്മാരുടെ ദൈനംദിന പ്രോഗ്രാമിന്റെയും അല്ലെങ്കിൽ ജീവിത ക്രമത്തിന്റെയും ഡയറി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തേക്കാണ്. അതായത് പുറത്തുനിന്ന് പോകുന്ന ഒരാൾക്ക് പാണക്കാട് തങ്ങൾ ഇങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. അത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിട്ട്, ഫ്ലെക്സിബിൾ ആയിട്ട്, അതും ഇത്രയും പോരിശയും മഹിമയുമുള്ള ഒരു കുടുംബം അങ്ങനെ സ്വന്തത്തെ അങ്ങനെ ആക്കി തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹത്തരമായ കാര്യമാണ്. പക്ഷെ എന്നിട്ടും നമ്മളിൽ പലരും രാഷ്ട്രീയമാവട്ടെ, സാമുദായികപരമാവട്ടെ, സംഘടനാപരമാവട്ടെ പലരും തന്നെ അതിനെ തിരിച്ചറിഞ്ഞില്ല. അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 89ന്റെ ചരിത്രം ഞാൻ പറഞ്ഞത്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം എന്താ? എല്ലാത്തിനും പാണക്കാട്ട്ക്ക് പോണ്ടാന്നുള്ളതാണ് അവരുടെ പ്രശ്നം. നിങ്ങൾ എല്ലാത്തിനും പാണക്കാട്ട്ക്ക് പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇതിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് 89 ഉണ്ടാക്കേണ്ടി വന്നത്. അത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനക്കോ, ഏതെങ്കിലും ഒരു ശക്തിക്കോ, ഏതെങ്കിലും ഒരു സംവിധാനത്തിനും ഉണ്ടായ കോട്ടമോ, നേട്ടമോ അല്ല പറയുന്നത്. ഈ പാണക്കാട് കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് 89 ഉണ്ടാകാനുള്ള കാരണമെങ്കിൽ അവരുടെ മഹത്വം ചില്ലറയല്ല. കാരണം അവര് ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാ. അത് ആൾക്കാര് കൊണ്ടോണതാണ്. അത് പിന്നെ മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ജനങ്ങളുടെ മനസ്സില് ഒരു കബൂലിയത്ത് ഇട്ടുകൊടുത്തിരിക്കാണ്. ഈ ഒരു പാരമ്പര്യത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു പാരമ്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തു. അങ്ങനെ 89 ഇങ്ങനെ കഴിഞ്ഞുപോയി. ആ സമയത്തും നമ്മൾ എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയനിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പാണക്കാട് കുടുംബവും അതേപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഒരേ തട്ടിൽ മുന്നോട്ട് പോന്നു. അതിൽ നിന്നുണ്ടായ ഒരുപാട് വിദ്യാഭ്യാസ പുരോഗതികള്, രാഷ്ട്രീയ പുരോഗതികള് ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലാണ് എന്തിനാണ് പാണക്കാട് തങ്ങന്മാര് എന്ന് ചോദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കണം. കാരണം എന്തിനും പാണക്കാട് തങ്ങന്മാര് വേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെ കാര്യശേഷിയുള്ളവരാക്കിയ, കാര്യപ്രാപ്തിയുള്ളവരാക്കിയ ഒരു ഒരു സാമുദായിക, സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പാണക്കാട് തങ്ങന്മാരാണ്.
അപ്പോ വിവരം ഉണ്ടായിക്കഴിയുമ്പോ ശിഷ്യന് അല്ലെങ്കില് പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് പറയുന്ന പോലെ എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോ ഇനി എന്തിനാണ് പാണക്കാട് തങ്ങളെന്ന് ചോദിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നതിന് തുല്യമാണ് ഈ ചോദ്യം. അതെ, അതെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, എൻ്റെ ഒരു പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ ആസ്വദിക്കുന്ന 2 കാര്യങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവാഹം എന്നുള്ളത്. വിവാഹത്തിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാ വന്നത്. തങ്ങളാണ് എന്ത് ചെയ്തത്? വിവാഹത്തിന് നേതൃത്വം കൊടുത്തത്. വിവാഹ സദസ്സിലിരുന്നു, ദുആ ചെയ്തു തന്നു. ആ ഒരു മഹത്വവും, ആ ഒരു പാരമ്പര്യം, ആ ഒരു ശ്രേഷ്ഠതയും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല. മറ്റൊന്നാണ് ഒരു വീട് കേറി താമസിക്കാന്നുള്ളത്. വീട് കേറി താമസിക്കാന്നുള്ളത്. അപ്പൊ തങ്ങൾ ഡേറ്റ് വെച്ചപ്പോ ആ ദിവസം തങ്ങൾക്ക് ഓക്കെയാണ്. തങ്ങള് വന്നു. തങ്ങള് വന്നു. മൗലൂദില് പങ്കെടുത്തു. അതിന് നേതൃത്വം കൊടുത്തു. ദുആ മജ്‌ലിസില് പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തങ്ങള് കുറച്ചേരം വിശ്രമിച്ചു. ട്രെയിനിന്റെ സമയം ആവട്ടെ എന്ന് വിചാരിച്ച് കുറച്ചേരം വിശ്രമിച്ചു. വിശ്രമവും കഴിഞ്ഞിട്ടാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങള് വീട്ടിന്ന് പോകുന്നത്. കാരണം എന്താ? അവർക്ക് അത്രയൊന്നും നമ്മളെ ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, ഏജ് ഡിഫറൻസ് അത്യാവശ്യമുണ്ട്. ഞാനിതില് ഉൾക്കൊള്ളുന്നത് പ്രത്യേകിച്ച് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ വർത്താനം പറയുമ്പോൾ ഞാൻ എസ്കെഎസ്എഫിന്റെ സ്റ്റേറ്റ് ഭാരവാഹിത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഹമീദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ഇത്ര അടുപ്പം വരുന്നത്. പല കാര്യങ്ങളിലും. കല്യാണത്തിന് വിളിക്കുമ്പോൾ അത് തങ്ങളൊന്ന് പണക്കാട്ടുന്ന ഒരാളാവുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ ഒരു കാർമ്മികത്വത്തിൽ നടക്കാന്നുള്ള നിർബന്ധ ബുദ്ധി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇതിന്റെ മഹത്വം അടുത്തടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ എന്ത് ചെയ്തുള്ളൂ മഹത്വം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം എന്ത് വന്നാലും നമുക്കൊന്ന് വിളിക്കാം. നമുക്കൊരു വിളിപ്പുറത്ത് ആളുണ്ടല്ലോ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു തോന്നല് അത് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിതത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും അവിടെ പോകുമ്പോ അടുത്ത അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഏകദേശം എൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനും അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ തങ്ങളുടെ അടുത്ത് ഒരുപാട് നേരം അൽഹംദുലില്ലാഹ് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത സാധനാണ്. അത് എങ്ങനെ നമുക്കതിന്റെ ഓരം നിന്ന് കടന്നു പോകാൻ പറ്റുംന്ന് ആലോചിക്കാൻ മാത്രാണ് നമ്മൾ ഈ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്തുന്നത്. യുഡിഎഫിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴും യുഡിഎഫിന് പ്രഖ്യാപിതമായിട്ട് ഒഫീഷ്യലായിട്ട് കൺവീനർ ഉണ്ടാവും. കാരണം ഒരു മുന്നണിയാണ്. ഒരുപാട് പാർട്ടികളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം. പക്ഷേ ഔദ്യോഗികമായിട്ട് നിയമിക്കപ്പെടുന്ന കൺവീനർ അല്ല ശരിക്കും യുഡിഎഫിന്റെ കൺവീനർ. മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ സയ്യിദ് ഹൈദരലി തങ്ങളുടെ കാലത്താണെങ്കിലും ഇപ്പോൾ സ്വാദിഖ് തങ്ങളുടെ കാലത്താണെങ്കിലും യുഡിഎഫിൻ്റെ ഇടയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ രമ്യതപ്പെടുത്തുന്ന അല്ലെങ്കിൽ രമ്യമായി പരിഹരിക്കുന്ന ആൾ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട മുതിർന്ന തങ്ങന്മാരായിരിക്കും. പക്ഷെ അത് യുഡിഎഫിൻ്റെ അകത്തുപെട്ട ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ലതാണ്. ഇപ്പം അടുത്ത് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവായ ആര്യാടൻ മുഹമ്മദുമെല്ലാം ലീഗിനെ വിമർശിക്കുക എന്നതിലുപരി നിശ്ചിതമായി പാണക്കാട് കുടുംബത്തെ വിമർശിച്ച ഒരു വിഭാഗമാണ്. വ്യക്തിപരമായിട്ടും ആ തങ്ങന്മാരുടെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു മഹത്യം. നിങ്ങളുടെ സംസാരത്തിന്റെ ടൂൺ എങ്ങോട്ടാന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് അത് പറഞ്ഞാൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവർ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവല്ല. ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയതിന്റെ പേരിൽ അവരെ രാഷ്ട്രീയമായിട്ട് വകവരുത്തുക, അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ട് അവരുടെ ജീവിതത്തെ എന്ത് ചെയ്യുക, താറുമാറാക്കുക. ഈ പണി പാണക്കാട്ട് പ്രതീക്ഷിക്കണ്ട. ഈ പണി പാണക്കാട്ടുകാരൊന്നും ഉണ്ടാവൂല. അത് അത് ആ ഒരു പാരമ്പര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതൊരു സത്യത്തിന്റെ മേൽ ആണിയടിച്ച് ഉറപ്പിച്ചു വെച്ച പാരമ്പര്യമാണ്. ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് വന്നിട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഉറുക്ക് കൊടുത്തെന്ന് പറയണ്ട, നിങ്ങൾ ഇതിന് പ്രോത്സാഹിപ്പിച്ചെന്ന് പറയണ്ട, ബാക്കി കാര്യം ഞങ്ങളെ ഏറ്റോളാം എന്നും പറഞ്ഞിട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് എങ്ങോട്ട് പോകുന്നത്. അവർ രണ്ടാളും ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് പോകുന്നത്. ഉദ്യോഗസ്ഥർ വരുന്നു, ചോദ്യം ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ വന്യരായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പറയുന്ന ഒരു വർത്താനുണ്ട്. ഉർക്ക് കെട്ടിക്കൊടുത്തത് ഞാനാ, ഇന്നാലിന്റെ ഉർക്കാണ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവർക്കെല്ലാവർക്കും പ്രോത്സാഹനം കൊടുത്തത് ഞാനാണെന്ന് സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിച്ച ഒരു ദീനിന്റെ വക്താവ് എന്ന രീതിയിൽ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പറയാണ്. അതിന്റെ പേരിലാണ് പരപ്പനങ്ങാടിയിൽ നിന്നും വെല്ലൂരിലേക്ക് നാട് കടത്തുന്നത്. വെല്ലൂർ ജയിലിൽ നിന്നാണ് വഫാത്താകുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ ബാക്കിയാത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന പള്ളിയുടെ പള്ളിക്കാട്ടിലാണ് മറവിട്ട് കിടക്കുന്നത്. ആ പാരമ്പര്യമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ, പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളിലൂടെ, ഹൈദർ അലി ശിഹാബ് തങ്ങളിലൂടെ, ഉമർ അലി ശിഹാബ് തങ്ങളിലൂടെ ആ പാരമ്പര്യം ഇന്ന് എത്തി നിൽക്കുന്നു പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളിൽ.
നിലമ്പൂരിന്റെ കാര്യം മാത്രം നമ്മൾ സംസാരിച്ച് തീർക്കുമ്പോ, അതായത് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ പിതാവിനെ കൃത്യമായിട്ട് അത് കഠിനമായിട്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ വിമർശിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മള്. ഇപ്പൊ പാണക്കാട് ഇപ്പൊ സ്വാദിഖ് തങ്ങൾക്കൊന്ന് മനസ്സ് വെച്ചാൽ മതിയായിരുന്നു. കാരണം എന്റെ പിതാവിനെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തിയ ഒരാളുടെ മകനാണ് മത്സരിക്കുന്നത്. നിലമ്പൂര് നിലമ്പൂര് മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടും ജനാധിപത്യപരമായ വോട്ടുകളാണ്. ലീഗിന്റെ കോട്ടയല്ല, എൽഡിഎഫിന്റെ കോട്ടയല്ല, കോൺഗ്രസിന്റെ കോട്ടയല്ല. ഒരു ലിബറൽ ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്പൊ ലീഗ് ഒന്ന് പാലം വലിച്ചു കഴിഞ്ഞാൽ യുഡിഎഫ് അവിടെ നിലം പതിക്കും. എന്നിട്ടും പ്രതികാരത്തിന് നടപടിയിലേക്ക് കടക്കാതെ യുഡിഎഫ് ജയിക്കലാണ് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യം എന്ന് മനസ്സിലാക്കി കൃത്യമായ സപ്പോർട്ട് കൊടുത്തു. ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇത്ര ഭൂരിപക്ഷം ലഭിക്കുന്നത്. അപ്പോ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രതികാരമോ അല്ലെങ്കിൽ പ്രതിഷേധമോ അറിയിക്കാതെ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ സഹിച്ചുകൊള്ളാം. ദീനിന്റെ മാർഗ്ഗത്തിൽ വീണ്ടും അഭംഗുരം പ്രവഹിക്കുന്ന ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് പാണക്കാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രോയില് തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു സാധനം പറഞ്ഞിരുന്നു. കേരളീയ സമൂഹത്തിന്റെ ഒരു ആത്മീയ നേതൃത്വം എന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും പറഞ്ഞ കേരളീയ സമൂഹത്തല്ല, ലോകത്തിന് മാതൃകയാണ്. അവര് ലോകത്തിലേക്ക് സഞ്ചരിക്കാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് അവസാന സമയങ്ങളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ നമ്മളുടെ ദാറുൽ ഹുദയുടെ ഹാദിയയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കുർത്തുബ. സുബർസാന കുർത്തുബ. അതില് പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ് റാജി അലി ശിഹാബ് തങ്ങൾ. റാജി അലി ശിഹാബ് തങ്ങൾ അവിടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തങ്ങളോട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആംബിഷൻസ് എന്താന്നുള്ളത്, നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ പറയാണ്, എൻ്റെ വാപ്പ വല്യപ്പമാർ ഏത് മാർഗത്തിലൂടെയാണോ കേരളീയ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അത് കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഇതിങ്ങനെ വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് പാണക്കാട് സയ്യിദ് റാജി അലി, അത് ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇളം തലമുറക്കാര് പാരമ്പര്യം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു. ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ അവിടുന്ന് തന്നെ തന്നു. ആ പാരമ്പര്യം ഇളം തലമുറക്കാർ അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഉൾക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയം കൂടിയുണ്ട് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഈ പാണക്കാട് ഉണ്ടാകുന്നത്? എവിടുന്നാ പാണക്കാട് ഉണ്ടാകുന്നത്? ചരിത്രങ്ങളിലൂടെ നാം ഇങ്ങനെ പോയി നോക്കുമ്പോൾ പിന്നെ സയ്യിദ് മുഹ്ലാർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അന്ന് ഹുസൈനാറ്റക്കോയ തങ്ങളുണ്ട്. ഈ മുഹ്ലാർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ്, മലപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ ഈ പാണക്കാട് ഭാഗത്തു നിന്നൊരു വീട്ടുകാര്, ആ വീട്ടില് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് മരിച്ചു കിടക്കാണ്. അതായത് ജീവനില്ല, വാഴ വെട്ടിയിട്ട് പോലെ കിടക്കാന്നർത്ഥം. ഈ പരാതിയുമായിട്ട് നേരെ മുഹ്ലാർ തങ്ങളുടെ അടുത്ത് ചെല്ലുകയാണ്. ഇനി കൂടുതൽ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. മുഹ്ലാർ തങ്ങൾ ചെയ്യുന്നൊരു പണി എന്താ, തൻ്റെ മകനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് ഒരു വടി കൊടുക്കുക. വടി കൊടുത്തിട്ട് ആ വടിയായിട്ട് എവിടേക്ക് പോവാണ്, പണക്കാട് വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ആ വടിയായിട്ട് ഒരാൾ അടിക്കുന്നു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും എന്ത് ചെയ്തു, ആ വടിയായിട്ട് അടിച്ചു. ഇവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന ഒരു ബോധക്ഷയം അല്ലെങ്കിൽ മരണം എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് പകരം ആ സമയത്ത് എല്ലാവരും എഴുന്നേൽക്കാണ്. അപ്പോൾ അവർക്ക് പാരിതോഷികമായിട്ട് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾക്ക് പാരിതോഷികമായിട്ട് ആ വീടങ്ങ് കൊടുക്കുക. അവിടെ നിന്നാണ് പാണക്കാട് അങ്ങ് തുടങ്ങുന്നത്. ഇതൊരു ദിവ്യത്വം തന്നെയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പൊളിറ്റിക്സ് നേരത്തെ സൂചിപ്പിച്ചു. ആ പൊളിറ്റിക്സിലേക്കൊന്നും പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ആ പൊളിറ്റിക്സ് എന്നതിനുപരി ഞാൻ നേരത്തെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറഞ്ഞ അതേ സാധനം ഇവരൊക്കെ തസവുഫിന്റെ ലോകത്ത്, സൂഫി ലോകത്ത് വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ അമലുകളും വ്യക്തി ജീവിതങ്ങളും ഒക്കെ വല്ലാതെ സൂക്ഷിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആ ഒരു ജീവിത ശൈലിയിലൂടെ എന്ത് ചെയ്യുന്നു, കാണുന്നേ ഉള്ളൂ. ഈ പാണക്കാട് ഇപ്പൊ ഇത്ര വിഘടിച്ച് നിന്നല്ലോ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പാണക്കാട് തങ്ങന്മാർ എന്തിനാണ് ചോദിക്കുന്നവര്, അല്ലെങ്കിൽ അത്രയധികം നമ്മൾ ഇഷ്ടപ്പെടുന്നത്ര ഇഷ്ടപ്പെടാത്തവർ പോലും നോമ്പ് പിടിക്കാനും പെരുന്നാളുകൾ ആഘോഷിക്കാനും എല്ലാം കാത്തു നിൽക്കുന്നത് ഈ പാണക്കാട് തങ്ങന്മാർ നടത്തുന്ന പ്രഖ്യാപനങ്ങളിലേക്കാണ്. അപ്പൊ അവർക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം പാണക്കാട് തങ്ങളുണ്ടായാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെ ചില വ്യക്തി താല്പര്യങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും ആ തങ്ങന്മാരെന്ത് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും വർണ്ണാഭമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് വ്യക്തിപരമായ ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഇവർക്ക് രാഷ്ട്രീയ ജീവിതങ്ങളുണ്ട്, സാംസ്കാരിക ജീവിതങ്ങളുണ്ട്. ഇത് പല രീതിയിൽ ഇവർക്ക് നമുക്ക് വായിക്കാൻ പറ്റും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും ലീഗിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാണ്. ഷാബാൻ 29 ആണ്.
പിറ്റേന്ന് റമദാനാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമോ? മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരെന്താ പറയാ? മീറ്റിംഗിന്റെ തീരുമാനാ പറയാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാല് പാണക്കാട് മുറ്റത്ത് വന്നാല് പിന്നെന്താ പറയാ? കാപ്പാട് മാസം കണ്ടിട്ടുണ്ട്. നാളെ റമദാൻ 1 ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ ആര് പറയണം? എന്നാലാണ് ആൾക്കാർ സ്വീകരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ അസൂയ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊരു സ്നേഹത്തിന്റെ സ്നേഹവായ്പ കൊണ്ട് ഈ സമൂഹത്തെ ചേർത്ത് നിർത്തി എന്നുള്ളതാ. ഇനി ഇനി ഇവിടുന്ന് നമുക്കെന്ത് ചെയ്യാം? ഒന്ന് വടക്കോട്ട് സഞ്ചരിച്ചാല് ദാറുൽ സംവിധാനത്തിന്റെ ആദ്യത്തെ ഓഫ് ക്യാമ്പസ് അതിന്റെ ചെയർമാൻ ആരാണ്? പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. ഇനി നമ്മളുടെ ഹാദിയയുടെ നാഷണൽ പ്രൊജക്ടുകളുടെ ഏറ്റവും വലിയ അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാ? പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമങ്ങൾ ഇപ്പൊ SKSFന്റെ ലേണിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തറക്കല്ലിട്ടു. CLC എന്ന് പറയുന്ന സംവിധാനങ്ങൾ കശ്മീർ മുതൽ പല സ്ഥലങ്ങളിലും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഒറ്റക്ക് നടന്നുപോയി. അവിടെയൊക്കെ ചെന്നു എന്ത് ചെയ്തു? ഇവര് ചെയ്തു. ഇവര് സ്നേഹിക്കാന്നുള്ളത് മനുഷ്യൻ കേരളത്തിലാവണമെന്നവർക്ക് നിർബന്ധമില്ല. അതുകൊണ്ടല്ലേ കുർത്തുബയുടെ സഹകാരിയായ അബ്സാർ ബായി മരണപ്പെട്ട ഉടനെ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആരോടും പറയാതെ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നേരം ചെയ്തു ജനാസ സംസ്കരിക്കാൻ പോയി. അപ്പൊ ഇത് കേരളത്തിലുള്ള ആൾക്കാരെ മനുഷ്യന്മാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല. മനുഷ്യനായി ജനിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും ഈ സ്നേഹം കൊടുക്കുക. ഈ സ്നേഹം കൊടുത്ത് എന്ത് ചെയ്യുക? അവര് മാക്സിമം എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലുത്തുഫിനെ എന്ത് ചെയ്യുക? ലോകത്ത് പരക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? പാണക്കാട് കുടുംബം ആ പാരമ്പര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കഥകളൊക്കെയും നമുക്ക് മനസ്സിലായി. ഇപ്പൊ പാണക്കാട് തങ്ങന്മാരെ പറ്റി അല്ലെങ്കിൽ അവരുടെ പൈതൃക പെരുമയെ പറ്റി എഴുതപ്പെട്ട 2 വരികളുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ച് പറഞ്ഞ 2 വരികളാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കരിനിറമുള്ള ഒരമരക്കൊടി ശിരസേറ്റി വരുന്നൊരു കപ്പൽ, കാലക്കടലെത്ര കടന്ന് നയിച്ചു വരും രാജക്കപ്പൽ. ഇത് എഴുതിയത് വാഫി വിദ്യാർത്ഥി. ഇപ്പോൾ വാഫി പഠനം പൂർത്തീകരിച്ച ഷമീൽ മലയമ്മയാണ്. അദ്ദേഹം പിന്നെ എഴുതുന്ന വരികൾ: നിറം വറ്റിയിടേണ്ട കരങ്ങൾ നിറകണ്ണ് തുടച്ച് തുടച്ച് നിറവെണ്മക്കൊടിയോ കഴുതൽ കരിനിറമായി. അതായത് സമാധാനത്തിന്റെയും അല്ലെങ്കിൽ സന്തോഷത്തിന്റെയും പ്രതീകമായ വെള്ളത്തൂവൽ കൊടിയായിരുന്നു അവരുടെ പ്രതീകവും. പക്ഷെ പ്രതീക്ഷയില്ലാത്ത, അന്തസ്സില്ലാത്ത, ആത്മാഭിമാനമില്ലാത്ത നമ്മൾ ജനങ്ങൾ ആ കൊടിയിൽ പിടിച്ച് ആ കൊടി ഒരു കരുതലിന്റെ നിറമായി മാറി. അത് തന്നെയാണ് നമുക്ക് എല്ലാ കഥകളുടെ എല്ലാ ഉപസംഹാരമായിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹം 2 വരി കൂടി പറയുന്നുണ്ട്: തലമേലെ തീച്ചൂടേറ്റ് തിരിയെറിഞ്ഞ് കരിയും പോലെ തൊപ്പി കറുത്തൊരു മെഴുതിരിയായി ജ്വലിക്കും, ഈ വെട്ടത്താര് സ്മരിക്കും സൂര്യനെ എന്നും. പാണക്കാട് തങ്ങന്മാരുടെ ഷർട്ടും തുണിയും എല്ലാം തൂവെള്ളയാണ്. തൊപ്പി മാത്രം എന്തുകൊണ്ട് കറുത്തുപോയി? അതൊരു ഭാഷാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു റെട്ടോറിക്കായിട്ടോ ചർച്ചയല്ല. അത് ഈ പറയുന്ന മെഴുകുതിരിയുടെ സ്വഭാവം അറിയാലോ. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത് തിരിയുടെ തുമ്പത്ത് കറുത്ത ഭാഗമുണ്ടാവും. അത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ലഭിക്കട്ടെ എന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തത്തെ അത് മറന്നു പോകുന്നു. അങ്ങനെയാണ് തൊപ്പി കറുത്തു പോയതെന്ന് പറയുന്നുണ്ട്. ഈ തൊപ്പി തന്നെയാണ് ബാക്കി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം പാണക്കാട് തങ്ങന്മാർ ചെയ്തു തന്ന ഒരുപാട് നല്ല കാര്യങ്ങളുടെയും എല്ലാം ഒരു പ്രതീകമായിട്ട് തൊപ്പിയാണ് മാറുന്നത്. കേരളത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ പദ്ധതികൾ എവിടെയൊക്കെ തുടങ്ങിയോ അതിന്റെയൊക്കെ പാണക്കാട് അമരത്താരുണ്ട്. തങ്ങന്മാരുണ്ട്. പാണക്കാട് കുടുംബമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ അമരത്തുണ്ട്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിദ്യാഭ്യാസം ഇങ്ങനെ തീച്ചൂളയിലിട്ട് ഇങ്ങനെ മേയിച്ചിങ്ങനെ എടുത്ത സമയത്ത് ജാമിയ നൂരിയ തുടങ്ങി. അവിടെയും പാണക്കാട് കുടുംബമാണ് അതിന്റെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നത്. അതിനുശേഷം ദാറുൽ ഹുദ സംവിധാനം സമന്വയ വിദ്യാഭ്യാസം വന്നു. അപ്പോഴും ദാറുൽ ഹുദയെ ചേർത്ത് പിടിച്ചത് പാണക്കാട് കുടുംബാണ്. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ വർഷങ്ങളോളം അതിന്റെ അമരത്തിരുന്നു. അത് കഴിഞ്ഞ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അത് കഴിഞ്ഞ് പാണക്കാട് സയ്യിദ് നിലവിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇവർ ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ ചേർത്ത് പിടിക്കുന്നു. ഇതുപോലെയുള്ള മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തെ ചേർത്ത് നിർത്തൽ ഇന്നിന്റെ ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവർ മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുക? അഹോരാത്രം പരിശ്രമിക്കുക, അതിനുവേണ്ടി സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് അവസാനിക്കൂല. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരുടെ കൃത്യമായ ദിശാബോധമാണ്. ഇപ്പൊ കേരളത്തിന് പുറത്ത് നല്ല താടി വയ്ക്കുന്ന, ജുബ്ബയും പൈജാമയും ഇടുന്ന, വെള്ളത്തൊപ്പി വയ്ക്കുന്ന മുല്ലകൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ തീവ്രവാദി ശാപ്പ ധാരാളമായി ഉപയോഗപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ മതചിന്തയോടെ, പ്രചരണത്തോടെ ജീവിക്കുന്ന കേരളത്തിലെ ഒരാൾക്ക് പോലും ആ തീവ്രവാദ ചാപ്പ ഏൽക്കേണ്ട അവസ്ഥ വന്നില്ല. ഇത് സമൂഹത്തെ പ്രാപ്തമാക്കിയത് പാണക്കാട് തങ്ങന്മാരുടെ ആ ദിഷണാബോധമാണ്. ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാണക്കാട് കുടുംബത്തിന്റെ ദിഷണാബോധമാണ്. അതങ്ങനെ തന്നെയാണ്. അതവർ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും ഏതെങ്കിലും ഒരു ആംഗിൾ മാത്രം നോക്കി സംസാരിക്കുന്നവരല്ല.
അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ആലോചിക്കുകയും ചിന്തകളും നടത്തിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, പാണക്കാട് തങ്ങന്മാർ ചെയ്തതെല്ലാം നമുക്ക് ഉപകാരമുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട് മുസ്ലിം ലീഗ് പാർട്ടിയിൽ INL രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങൾ വഫാത്തായപ്പോൾ ഒരു കവി ഇപ്രകാരം കുറിച്ചുവത്രേ, "സൂര്യൻ അസ്തമിച്ചു എന്നല്ല, നിലാവ് മാഞ്ഞുപോയി. കാരണം സൂര്യനായിരുന്നുവെങ്കിൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിലാവ് നമുക്ക് എത്രയും നോക്കി നിൽക്കാം. നിലാവ് മാഞ്ഞുപോയി." അതായിരുന്നു പാണക്കാട് കുടുംബവും അവരുടെ അനുഗ്രഹീയത, പൈതൃക പെരുമയും എന്ന് പറയുന്നത്. അപ്പോൾ പാണക്കാട് കുടുംബത്തിന്റെയും കൊടപ്പനക്കൽ തറവാട്ടിന്റെയും തങ്ങന്മാരുടെയും എല്ലാം ചരിത്രം നമ്മൾ ഒരുപാട് പറയുകയും കേൾക്കുകയും ചെയ്തു. ഇത്ര നേരം കേട്ടു നിന്ന പ്രേക്ഷകർക്ക് നന്ദി. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.